ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റാണി തന്നെ റാണിക്കുള്ള ആ സംശയം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു കേട്ടോ. റാണിയുടെ പെരുമാറ്റ രീതിയിൽ എല്ലാവരുടെയും ഉള്ളിൽ ചെറിയൊരു വിള്ളൽ വന്നു. പ്രിയേക്ക അപ്പുറമാണ് റാണി എന്നുള്ള സത്യാവസ്ഥ പുറത്തു വരുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അരുണിമയാണെങ്കിലോ ഈ സ്വാമിജിയുടെ അടുത്തോട്ട് നിന്ന് പോയി വരുമ്പോൾ കുറേ കാലം മാറി നിൽക്കേണ്ടവരാണ് ഇവർ എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും അതിവിടെ ഉണ്ടായിട്ടില്ല. ഇനിയൊരു മരണം മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ എല്ലാവരുടെയും മനസ്സിൽ വലിയ വേദനയാവാണ്. അങ്ങനെ നന്ദഗോപനാണെങ്കിലോ ഇങ്ങനെ ഈ ഒരു കമ്മീഷണർ ഹേമചന്ദ്രൻ പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ നന്ദഗോപൻ്റെ ഉള്ളിൽ വലിയ തീ തന്നെ ആവുകയാണ്. ഇനിയിപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്മീഷണർ പറഞ്ഞ ആ ഒരു ഇതിലൂടെയാണോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മരണം വരുന്നത് എന്നൊക്കെ ഒരു പേടി തോന്നിയിട്ട് SP കിരണിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നീട് SP കിരണിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം SP കിരണിന് അവിടെ ചില ഡൗട്ടുകൾ തോന്നി തുടങ്ങി കേട്ടോ. നന്ദഗോപൻ്റെ ആ സംസാരത്തിലൂടെ ഹേമചന്ദ്രൻ കളിച്ച കളികളാണ്. പൂജയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പൂജ പഴയ പൂജയല്ല എന്നിങ്ങനെ നന്ദഗോപൻ SP കിരണിന് പറഞ്ഞു കൊടുക്കട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഞാനൊരു അന്വേഷണം നടത്തിക്കൊള്ളാം. എന്നാൽ ഹേമചന്ദ്രൻ എന്ന കള്ളനെ പുറത്ത് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ അരുണിമ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ കേസിലൂടെയെങ്കിലും ഇവരെ പുറത്ത് കൊണ്ടുവരണം. ഇയാളെ പുറത്ത് കൊണ്ടുവന്നാലാണ് ഇയാളുടെ പല തെറ്റുകളും ഇനി മാറുകയുള്ളൂ എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ പറയണം കേട്ടോ. എന്നാൽ ഈ സമയം SP കിരൺ പോലീസ് ബുദ്ധി ആയതുകൊണ്ട് തന്നെ പല സംശയങ്ങളും ഉള്ളിൽ വന്നു. കാരണം ഈ കുമാർ എന്ന് പറയുന്ന SP കിരണിൻ്റെ ആളല്ല, അത് ഹേമചന്ദ്രൻ്റെ ആളാണെന്ന് നന്നായി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ SP കിരണിന് ചില ഡൗട്ടുകൾ വരികയാണ് കേട്ടോ. പൂജയെ പെട്ടെന്ന് കുറേ ദിവസം കാണാതായിട്ട് പിന്നീട് പൂജ ഉണ്ട്, അത് അടിവാരത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി വരലും, എന്നാൽ പൂജക്കാണെങ്കിലോ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ റാണിയെ കാണിച്ചു കൊടുക്കുന്നത്. അവിടെയും പറയുന്ന നുണ ഇതാണല്ലോ, അതായത് പൂജക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ അവൾക്ക് മൈൻഡിന് പ്രശ്നമുണ്ട് എന്നാണല്ലോ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞത്. അത് SP കിരണിൻ്റെ ഉള്ളിൽ വലിയൊരു സംശയത്തിൻ്റെ ആ ഒരു നിഴൽ തന്നെ വീണിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഈ നന്ദഗോപൻ്റെ വാക്കുകളും കൂടി ആവുമ്പോൾ അർജുൻ എന്താണ് നിലപാടെടുത്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി കിരൺ അർജുന് വിളിക്കുകയാണ് കേട്ടോ. ഈ സമയം അർജുനാണെങ്കിലോ വീട്ടിൽ ഇന്നിപ്പോൾ പൂജ ചെയ്തത് ഒട്ടും ശരിയല്ല, റാണി ചെയ്തത് ഒട്ടും ശരിയല്ല എന്നൊരു വേദനയോട് കൂടിയിട്ടാണ് അർജുൻ ഇരിക്കുന്നത്. തൻ്റെ അമ്മ മനഃപൂർവ്വം ഒന്നും ഒളിഞ്ഞു കേൾക്കാൻ വരുന്ന വ്യക്തിയല്ല എന്നും അർജുനേക്കാൾ കൂടുതൽ പറഞ്ഞിരുന്നത് പൂജയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ എല്ലാവരുടെയും ഉള്ളിൽ വലിയ വേദനയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് അധികം ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നിങ്ങനെ തീരുമാനത്തിലിരിക്കുന്ന സമയത്താണ് കിരണിൻ്റെ വിളി വരുന്നത് കേട്ടോ. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, അർജുൻ ഞാനൊരു കാര്യം പറയട്ടെ, എന്താ അല്ല ഇപ്പോൾ പഴയ പൂജ നമ്മുടെ ആക്സിഡൻറ്റിന് ശേഷം വന്ന പൂജയിൽ എന്തെങ്കിലുമൊക്കെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടോ, അപ്പോൾ എന്താ നീ ഉദ്ദേശിച്ച് വരുന്നത് എന്ന് അർജുൻ പറയുമ്പോൾ അത് അവളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പഴയ പൂജയല്ല എന്നുള്ള മറ്റൊരു വ്യക്തി പെരുമാറുന്നത് പോലെയാണോ ഇവൾ പെരുമാറുന്നത് എന്നൊരു ചോദ്യവും പറച്ചിലൊക്കെ ആവുമ്പോൾ അതെന്താ അങ്ങനെ ഒരു പറച്ചില്ല എന്ന് പറയുമ്പോൾ എല്ലാം തൻ്റെ അങ്കിൾ എന്നെ കാണാൻ വന്നിരുന്നു, ഹേമചന്ദ്രൻ എന്ന കുറുക്കനെ ഇനി പുറത്തു കൊണ്ടുവരാനാണ് തൻ്റെ അങ്കിൾ എന്നോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൂജയിൽ പല വ്യത്യാസങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് എന്ന് പറയുമ്പോൾ അതെന്താ നിനക്കിപ്പോൾ അങ്ങനെ ഒരു സംശയം? അല്ല, തൻ്റെ അങ്കിൾ പറയുന്നതും കാര്യമാണ്. കുറേ ആക്സിഡൻറ്റിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് പൂജയെ നമ്മുടെ കൈക്കുള്ളിൽ കിട്ടിയത്. പൂജയാണെന്നും അത് ആ SP കുമാർ വഴിയാണ് കിട്ടിയത്. അപ്പോൾ തൻ്റെ അങ്കിൾ സംശയിക്കുന്നത് പോലെ ഒരുപക്ഷെ ശരിയാവില്ലേ എന്ന് പറയുമ്പോൾ എന്താ നീ പറഞ്ഞു വരുന്നതെന്ന് കിരണിനോട് വീണ്ടും അർജുൻ ചോദിക്കുമ്പോൾ അത് സ്വഭാവത്തിൽ വ്യത്യാസം കാണുന്ന നിൻ്റെ പൂജയ്ക്ക് ആ ഹേമചന്ദ്രൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് പറയുമ്പോൾ ഹേയ് തനിക്ക് എന്താടോ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നങ്ങ് തട്ടി മാറ്റാണ് കേട്ടോ അർജുൻ. അതേസമയം അതല്ല അർജുൻ, ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹേമചന്ദ്രനാണ് ആൾ, അയാൾ നിൻ്റെ കുടുംബം നശിക്കാൻ ഏത് വഴിയും തിരഞ്ഞെടുക്കും. അതുകൊണ്ട് തന്നെ ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ എന്തോ ഒരു പൊരുത്തക്കേട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അർജുൻ അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ. എന്നാൽ ഈ സമയം ഇവരുടെ സംഭാഷണം റാണി ഒളിഞ്ഞു നിന്ന് കേട്ടിരിക്കുന്നു. അങ്ങനെ റാണി ഈ കേട്ടത് റാണിക്ക് പേടി വരികയാണ്. കാരണം തൻ്റെ ജീവിതം ഇവിടെ സേഫല്ല, തൻ്റെ ജീവിതത്തിനുള്ള കുഴി താൻ തന്നെ തോണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിള്ളൽ മാറ്റണം. അല്ലെങ്കിൽ അർജുൻ ഒരു സംശയത്തിൻ്റെ നിഴലിലൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ സത്യാവസ്ഥ പുറത്തു വരും.
അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് തനിക്ക് ജയിലിൽ തന്നെ ആയിരിക്കും. ജയിലിനെ പേടിച്ച് ഇങ്ങോട്ടേക്ക് വന്ന ഞാൻ വീണ്ടും ജയിലിലോട്ട് പോകേണ്ടി വരുമോ എന്നൊരു പേടി റാണിക്കുള്ളിൽ വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മാധുരിയും അച്ഛമ്മയും കൂടി സംസാരിക്കുകയാണ്. പേടിയാവുന്നു, ഈ ഹേമചന്ദ്രനെ പുറത്ത് കൊണ്ടുവരണം. ഇനിയിപ്പോൾ ഈ വീട്ടിലെ ആരുടെ മരണമാണാവോ സ്വാമിജി ഉദ്ദേശിച്ചത്? സ്വാമിജി അത് പറഞ്ഞൂല. എന്തായാലും സ്വസ്ഥതയും സമാധാനം പോയി. ഈ ഹേമചന്ദ്രൻ കാരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴായിരിക്കൂട്ടോ അങ്ങോട്ടേക്ക് ഒളിഞ്ഞും പാത്തും റാണി വരുന്നത്. അങ്ങനെ റാണിയുടെ ഈ വരവ് കാണുമ്പോൾ തന്നെ ഇവർക്ക് പേടിയാവുന്നുണ്ട്. കാരണം പൂജയാണ് എന്നുള്ള ധാരണയാണല്ലോ. പക്ഷെ പൂജയുടെ യാതൊരു സ്വഭാവ ഗുണങ്ങളും ഇവളിലില്ല. പൂജയുടെ ഒരു പെരുമാറ്റ രീതി ഇവളിലില്ല. അത് കാണുന്ന അവർ രണ്ടാളും മൗനത്തോടു കൂടിയിരിക്കുമ്പോൾ മനസ്സിലായി റാണിക്ക് ഇവർക്ക് എന്നോട് ദേഷ്യമാണ്, ഇവർ വലിയ പ്രതിഷേധത്തിൽ തന്നെ എന്ന് മനസ്സിലാക്കുന്ന റാണി പറയും, അതേ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ എന്താ എന്ന് അച്ഛമ്മ ചോദിക്കുകയാണ്. എന്തായാലും എൻ്റെ മോള് പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായത് ഞാൻ നിങ്ങളെല്ലാവരും വലിയ വിഷമത്തിലാക്കിയെന്ന് മനസ്സിലാക്കി. എനിക്കെന്തായാലും എന്താ സംഭവിക്കുന്നത് എനിക്കറിയുന്നില്ല. എൻ്റെ ഉള്ളിൽ വലിയ ദേഷ്യവും വാശിയും, ഞാൻ പറയുന്നത് എന്ത് ഞാൻ പ്രവർത്തിക്കുന്നത് എന്തെന്ന് പോലും എനിക്കറിയുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് റാണി അങ്ങ് പൊട്ടിക്കരയുമ്പോൾ അച്ഛമ്മയുടെയും മാധുരിയുടെയും മനസ്സലിയാണ് കേട്ടോ. മോളെ ഞങ്ങൾക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തായാലും നീ കനകത്തിനെയാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. നീ കനകത്തിനോട് മാപ്പ് പറയണം. കനകം പാവമാണ്. അവളെ എന്നും ഈ വീട്ടിലെ ആളായിട്ടാണ്, ഈ വീട്ടിലെ ഒരു അംഗമായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഒരിക്കലും വേലക്കാരിയായിട്ട് കനകത്തിനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ കനകേച്ചിയോട് ഞാൻ മാപ്പ് പറഞ്ഞോളാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ കനകത്തിനോട് മാപ്പ് പറയാൻ വേണ്ടി റാണി വരികയാണ്. ഈ സമയം റാണിക്കുള്ളിൽ ഒരു തോന്നൽ, ഈ വേലക്കാരിയോട് പോലും മാപ്പ് പറയാം, അത് എനിക്ക് പറ്റില്ല, അതെൻ്റെ ഇതിന് ശരിയാവില്ല, ഇവരാൾ ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കനകത്തിൻ്റെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് കനകേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കനകം മുഖം തിരിച്ചിരിക്കുകയാണ്. എന്താ കനകേച്ചി, എന്നോട് പിണക്കമാണോ? ഈ വീട്ടിലെ വേലക്കാരിയായിട്ടും നിങ്ങൾക്ക് എന്താ ഇത്ര വാശിയും ദേഷ്യവും എന്ന് വീണ്ടും പ്രയോഗിക്കുമ്പോൾ, അയ്യോ കനകേച്ചിയെ ചൊണി പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് റാണി ഇങ്ങ് വാക്ക് തട്ടി മാറ്റാൻ കേട്ടോ. എന്നാൽ ഈ സമയം അഞ്ജനയോടാണെങ്കിൽ പൂജ പറയുന്നുണ്ട്, സ്നേഹം കൊണ്ട് നമുക്ക് എല്ലാവരെയും നേരാക്കിയെടുക്കാം, അതിന് കഴിയും, അതെനിക്ക് തീർച്ചയാണ് എന്നുള്ള വാക്ക് കൊടുത്തിരിക്കുന്നു. ഇതേ സമയം അരവിന്ദനും മക്കളുമാണെങ്കിലോ അവളെ സ്നേഹം കൊണ്ട് നമുക്ക് അവളുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ അടിച്ചു മാറ്റാം, അതാണ് ഏറ്റവും വഴി എന്ന് അവരും തീരുമാനമെടുത്തിരിക്കുന്നു. എന്തായാലും ഇനിയിപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇവരുടെ സത്യങ്ങളെല്ലാം പുറത്തു വരാൻ പോവുകയാണ്. കാരണം അർജുൻ്റെ വീട്ടിൽ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി സത്യങ്ങൾ പുറത്തു വരും. ഇവരുടെ എഗ്രിമെൻ്റ് കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും ഒരിക്കലും ഇത് റാണിയല്ല, ഇത് വേറൊരു വ്യക്തിയാണ് എന്നുള്ള സത്യാവസ്ഥയും പുറത്തു വരുന്നത് കേട്ടോ. ഈ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യിപ്പിക്കുമ്പോഴാണ് അർജുൻ എൻ്റെ അടുത്തോട്ട് ഈ ഒരു കേസുമായി വരുന്നത്. അങ്ങനെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് കേട്ടോ. പിന്നീട് അർജുൻ തന്നെ നേരിട്ട് പൂജയെ കണ്ടെത്തുകയും പിന്നീട് ഇങ്ങനെ കമ്മീഷണർ വിളിച്ച് പറയുന്നുണ്ട്, പൂജ എന്ന് പറയുന്ന ആൾ ഡബിൾ റോളാണ്, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് റാണി എന്നൊരു പറയുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളാണ് എന്നുള്ളത് അർജുനോട് വിളിച്ചു പറയുകയും ചെയ്യുമ്പോഴൊക്കെപ്പാടെ കൂടിയാവുമ്പോഴാണ് അർജുൻ റാണിയെ ചോദ്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ രസകരമായ മുഹൂർത്തം എന്തായാലും ഇപ്പോൾ ഒരു 1-1.5 ആഴ്ചക്കുള്ളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും വലിച്ചു നീട്ടുമെന്ന് പറയാനും കഴിയില്ല കേട്ടോ. കാരണം ഇത്രയൊന്നും വലിച്ചു നീട്ടിയിട്ടില്ല. റീമേക്കിൽ പെട്ടെന്ന് മറ്റൊരു വ്യക്തിയാണ് എന്നുള്ളത് അർജുന് മുന്നിൽ തന്നെ പെട്ടെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ.